കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമത്തിലെ പല നാമങ്ങളും ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് കാണിക്കുന്നു. ഭഗവാനെ ആശ്രയിക്കുമ്പോൾ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് ഒരു മോചനം അത് ഭഗവാൻ നൽകുന്നു. ഭഗവാൻ വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ മോക്ഷം നൽകുന്നു എന്ന്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാൻ, അതാണ് വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ് ആ വിഷ്ണു എന്നുള്ള പദത്തിന് തന്നെ അർത്ഥം. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ഒരു ശക്തിയെ നമുക്ക് പ്രഭാത സമയങ്ങളിൽ വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പ്രപഞ്ച ശക്തികളുടെ ഒരു അംശം നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ പ്രപഞ്ചവും ഞാനും ഭഗവാനും, അതായത് പ്രപഞ്ചവും നമ്മളും ഭഗവാനും ഒന്ന് തന്നെ എന്ന് പറയുന്ന ഒരു വലിയ ഒരു തത്വമാണ് നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പല നാമങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി, ആ ഒരു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് അതിനെ നിലനിർത്തി അതിനെ തന്നിലേക്ക് തന്നെ പ്രളയകാലത്ത് ലയിപ്പിക്കുന്ന ആ ഒരു വലിയ അനന്തബോധശക്തി, ആ ഒരു അനന്തബോധശക്തിയാണ് ഭഗവാൻ എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു രൂപമാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നു, നമ്മൾ ഈശ്വരൻ എല്ലാ പ്രാണികളിലും ഇരിക്കുന്നു എന്ന് മാത്രമല്ല, ഈശ്വരൻ ഈ പ്രപഞ്ച രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും എല്ലാത്തിനെയും നിലനിർത്തുകയും എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ ശക്തി, ആ വലിയ ശക്തിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഭഗവാനെ ഭജിക്കുമ്പോൾ അത് പ്രഭാത സമയത്തിൽ അത്യുത്തമമാണ്. ഇനി പ്രഭാത സമയങ്ങളിലൊക്കെ നമ്മൾ ബിസിയാണെങ്കിൽ ഈവനിങ്ങിലോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ പോലും നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് കിടക്കാം. അങ്ങനെ അത്രയ്ക്കും നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് എപ്പോഴാണോ സൗകര്യം അപ്പോഴൊക്കെ നമുക്ക് ഭഗവാനെ ഭജിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്നാലും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിരാവിലെ ഭജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കുകയും ആ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ വിഷ്ണു ഭഗവാന്റെ ആ ഒരു ശക്തിയുടെ ഒരംശത്തെ നമുക്ക് അനുഭവിക്കാനും നമ്മളിൽ കണ്ടെത്താനും ക്രമേണ കഴിയും. പിന്നെ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ പതുക്കെ ഇല്ലാതെയാവുന്നതും കാണാം. അപ്പോൾ അത് നിത്യേന ജപിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖ ദുരിതങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗങ്ങൾ 801 മുതൽ 810 വരെയുള്ള നാമങ്ങളാണ്. അത് വരുന്ന ശ്ലോകങ്ങൾ: സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി കുമുദക്കുന്ദരക്കുന്ദ പർജന്യപാവനോ നില അമൃതാശോ അമൃതബു സർവജ്ഞ സർവതോമുഖ. ആ ഒരു ശ്ലോകത്തിൻ്റെ ഇടയിലാണ് ഈ 801 മുതൽ 810 വരെയുള്ള നാമങ്ങൾ. അപ്പോൾ പിന്നെ 801 നാമം പറയുന്നത് അക്ഷോഭ്യാഹ എന്നാണ്. ഭഗവാൻ ക്ഷോഭിക്കുന്നില്ല, ഒരു ക്ഷോഭവും ഇല്ല ഭഗവാൻ. ഇങ്ങനെ അചഞ്ചലനായിട്ട് നിൽക്കുക എന്നൊക്കെ പറയല്ലേ, ആ ഒരു ഭാവമാണ്. അപ്പോൾ തൻ്റെ ശത്രുക്കൾ അസുരന്മാർ അവരുടെ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ ദേവാദിഗണങ്ങളുടെ പ്രവർത്തനം കൊണ്ടോ രാഗദ്വേഷങ്ങളിൽ പെട്ട് കിടക്കുന്ന മറ്റാരും തന്നെ ഭഗവാനെ ക്ഷോഭിപ്പിക്കാൻ കഴിയില്ല. കാരണം ഭഗവാൻ അക്ഷോഭ്യനാണ്. കാരണം ഭഗവാൻ പരിപൂർണനാണ്. അതുപോലെ ഏതൊരു വിധത്തിലുള്ള വികാരങ്ങളും ഭഗവാനെ ബാധിക്കില്ല. ഇപ്പം നമ്മളൊക്കെ ചെറിയ കാര്യങ്ങളിലൊക്കെ ദേഷ്യപ്പെടുകയും പിന്നെ കയർക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? കാരണം നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന സാധാരണ മനുഷ്യരാണ്. എന്നാൽ ഭഗവാൻ ഒരു വികാരത്തിന് അടിമപ്പെടുന്നില്ല. രാഗദ്വേഷ വികാരങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ, അതുപോലെ തന്നെ ഒന്നും തന്നെ ഭഗവാനെ ബാധിക്കില്ല. അതാണ് അക്ഷോഭ്യ എന്ന് പറയുന്നത്. കാരണം ഒരു വലിയ സമുദ്രം അതെടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെ
എന്താ പറയുക ഇളക്കാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല. അതുപോലെയാണ് യോഗികളെയും ഭഗവാനെയും ഉപമിക്കുന്നത്. ആപൂര്യമാണം അതല പ്രതിഷ്ഠമെന്ന് ഗീതയിൽ 2ാമത്തെ ചാപ്റ്ററിൽ 70ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അചലമാണ്, എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്നു, എന്നാൽ അചലമാണ്, ചലിക്കാത്തതാണ്, വലിയ സമുദ്രം പോലെ, അതിനെ ഇളക്കാൻ കഴിയില്ല. ഇനി 802 സർവ്വവാഗീശ്വരേശ്വര, സർവ്വവാഗീശ്വരന്മാർക്കും ഈശ്വരനായവൻ. ഇപ്പോൾ വാഗീശ്വരൻ എന്ന് പറയുമ്പോൾ ബൃഹസ്പതിയായിട്ടുള്ള ദേവഗുരു, അതുപോലെ ബ്രഹ്മാവിനെയുമാണ് വാഗീശ്വരൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വാഗീശ്വരന്മാർക്ക് പോലും ഈശ്വരനായ ഭഗവാൻ എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാവർക്കും ഈശ്വരനാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി 803 മഹാഹ്രദ ഭഗവാൻ ആനന്ദരൂപനായ പരമാത്മാവാണ് എന്നും, ഹ്രദം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കയം, അപ്പോൾ ഒരു വലിയ സമുദ്രമോ ഒരു വലിയ കുളമോ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു വലിയ ജലാശയമാണെങ്കിൽ അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഹ്രദമുണ്ടാവും, കയമുണ്ടാവും. ഈ കയം പോലെയാണ് ഭഗവാൻ, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ. അത്രയ്ക്കും ശാന്തവുമാണ്, എന്നാൽ ഗംഭീരമാണ്. ഈ കയം, ജലാശയങ്ങളിലെ കയം എപ്പോഴും നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്, എന്നാൽ അത് വളരെ ഗംഭീരമാണ്, എന്നാൽ അതിന് ഭഗവാൻ ശാന്തനുമാണ്. അപ്പോൾ ആ ഹ്രദത്തിൽ മുങ്ങിയിട്ട് യോഗികൾ വിശ്രമിച്ച് സുഖമായിട്ട് വർത്തിക്കുന്നു. അപ്പോൾ ഭഗവാനാകുന്ന ഹ്രദത്തിൽ ആഴമുള്ള ആ ഒരു ഹ്രദത്തിൽ എത്തുമ്പോൾ സുഖമായിട്ട് വർത്തിക്കാം. ആഴമേറും നിന്മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം എന്ന് നാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ദൈവദശകത്തിലെ ഒരു ശ്ലോകമാണത്. ഇനി 804 മഹാഗർത്ത, ഭഗവാന്റെ വിഷ്ണുമായയാ. ഈ വിഷ്ണുമായയാണ് ഈ മഹാഗർത്തം എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഗർത്തം എന്ന് വെച്ചാൽ ഒരു വലിയ പടുകുഴി. ആ പടുകുഴിയിൽ പതിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ വളരെ വിഷമമാണ്. അപ്പോൾ പറയുന്നു ഭഗവാന്റെ ആ ഒരു മഹാഗർത്തം ഒരു പടുകുഴി പോലെയാണ്. അതിൽ പതിച്ചാൽ പിന്നെ രക്ഷപ്പെടുന്നത് വളരെ കഠിനമാണ്, ദുഷ്കരമാണ്. അതുകൊണ്ടാണ് പറയണം മമമായ ദുരത്യയ എന്ന് ഭഗവാൻ ഗീതയിൽ 7ാമത്തെ ചാപ്റ്ററിൽ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എൻ്റെ മായ വളരെ ദുരത്യയാണ്, അതായത് അതിന് തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മഹാഗർത്തത്തിൽ വീഴുമ്പോൾ, പടുകുഴിയിൽ വീഴുമ്പോൾ അതിനെ കടക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടല്ലേ. അതുപോലെ മായ ഭഗവാന്റെ തന്നെയാണ് ഈ മായ. അതാണ് ഈ ലോകത്ത് പല പ്രയാസങ്ങളും മനുഷ്യരാശിക്കും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത്. എന്നാൽ അതിന്ന് രക്ഷപ്പെടാൻ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണമെന്ന് വേറൊരു ശ്ലോകത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ വിഷ്ണുമായയാണ് ഇവിടെ മഹാഗർത്ത എന്ന് പറയുന്നത്. ഇനി 805 മഹാഭൂത, എല്ലാ 3 കാലങ്ങളിലും ഭഗവാൻ വിഭജിക്കപ്പെടാത്ത സ്വരൂപമാണ്, മഹാഭൂതമാണ് എന്ന് പറയുന്നുണ്ട്. ബൃഹത്താണ് ഭഗവാൻ, ദിവ്യമാണ്, അതുപോലെ തിരിച്ചറിയാനാകാത്ത രൂപമുള്ള, അതാണ് മഹാഭൂത. ദിവ്യമായ രൂപമാണ്, ബൃഹത്താണ്, എന്നാൽ പരമാത്മാവാണ്. പിന്നെ ചിന്തിച്ചറിയാൻ നമുക്ക് കഴിയില്ല. മഹാഭൂതം, ഭൂതങ്ങളിലെ ഏറ്റവും പ്രധാനം, സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മമാണ് എന്ന് മുണ്ടകോപനിഷത്തിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹാഭൂത എന്ന ഭഗവാനെ 3 കാലങ്ങളിലും വിഭജിക്കപ്പെടാത്ത സ്വരൂപമുള്ള ഭഗവാൻ എന്ന് അർത്ഥം. ഇനി 806 മഹാനിധി, എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ നിധാനം ചെയ്യുന്നു, അതാണ് മഹാനിധി. മഹാനുമാണ്, നിധിയുമാണ് ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ പ്രളയകാലത്ത് ഈ പ്രപഞ്ചങ്ങളെല്ലാം തന്നെ ഭഗവാനിൽ ലയിക്കുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മരൂപത്തിൽ ലയിച്ച അവയെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ വീണ്ടും രൂപം കൊള്ളുന്നു. അപ്പോൾ എല്ലാം പ്രളയകാലത്ത് അവസാനം പോയി ലയിക്കുന്നത് ഭഗവാനിലാണ്. അതാണ് മഹാനിധി എന്ന് പറയുന്നത്. എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ നിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് മഹാനിധി. പ്രളയകാലത്ത് എല്ലാം ലയിച്ച് ഭഗവാനിൽ തന്നെ ചേരുമ്പോൾ അതെല്ലാം ആ ഭൂതങ്ങളെല്ലാം ഭഗവാനിൽ നിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഭൂതങ്ങൾ സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ ലയിച്ച ആ രൂപങ്ങളൊക്കെ വീണ്ടും ഭഗവാനിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നു സൃഷ്ടികാലത്ത്. അതാണ് പറയുന്നത് ഇവിടെ.
7 കുമുദ. കുമുദ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഭൂമി എന്നാണ് അർത്ഥം. മുദ സന്തോഷിപ്പിക്കുന്നവൻ. അത് അപ്പോൾ ഭൂമിയെ ആനന്ദിപ്പിക്കുന്നവൻ ഭഗവാൻ. ഇവിടെ ദുഷ്ടരുടെ അധർമ്മം വർദ്ധിക്കുമല്ലോ ഈ ഭൂമിയിൽ. പലതരത്തിലുള്ള അസുരന്മാർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, അത് ഭൂമിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ പുരാണ കഥകളൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ആ ഭൂമി പലതരം ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റാതെ ഭൂമിയുടെ ഭാരം വർദ്ധിക്കുമ്പോൾ അസഹ്യമായിട്ട് ദുഃഖിക്കുന്ന ഭൂമിയെ ഭഗവാൻ ദുഷ്ടനിഗ്രഹത്തിലൂടെ ആനന്ദിപ്പിക്കുന്നതാണ് ഭൂമിയെ ആനന്ദിപ്പിക്കുന്നവൻ. അപ്പോൾ രാവണ വധത്തിലൂടെയും അതുപോലെ നരകാസുരനെ വധിക്കുന്നതിലൂടെയും ഒക്കെ ഭൂമിയെ ആനന്ദിപ്പിച്ചു. ഭൂഭാരത്തെ തീർത്തുകൊണ്ട് ഭൂമിയെ ആനന്ദിപ്പിച്ച ഭഗവാൻ എന്നർത്ഥം. ഇനി 808 കുന്ദര. കുന്തം മംഗളം, രാതി എന്ന് പറഞ്ഞാൽ നൽകുന്നു. മംഗളം നൽകുന്നു ഭഗവാൻ എന്ന അർത്ഥത്തിൽ കുന്ദരഹ, മംഗളപ്രദനാണ് ഭഗവാൻ. അതായത് കുന്തപുഷ്പം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവാണ്. അത് ശുദ്ധമാണ്, ആനന്ദപ്രദമാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഭഗവാൻ ഒരു മംഗളത്തെ സൂചിപ്പിക്കുന്നല്ലോ ഈ കുന്തപുഷ്പം. അതുപോലെ മംഗളത്തെ നൽകുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ മംഗളപ്രദനാണ് ഭഗവാൻ എന്ന് പറയും. ഇനി കുന്തഹ എന്നർത്ഥം. കുന്തം മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ പോലെ സുന്ദരങ്ങളായ അംഗങ്ങളുള്ളവൻ, അതാണ് കുന്തഹ. അപ്പോൾ കുവിനെ ദാനം ചെയ്യുന്നവൻ എന്നും കുന്തഹ എന്ന അർത്ഥമുണ്ട്. കുവിനെ ഭൂമിയെ ദാനം ചെയ്തവൻ. അതായത് പരശുരാമ അവതാരത്തിൽ ഭൂമിയെ മുഴുവൻ രക്ഷിച്ചുകൊണ്ട് ബ്രാഹ്മണർക്കായിട്ട് ഭഗവാൻ ദാനം ചെയ്തു എന്നൊരു കഥയുണ്ട്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നു കുന്തം മുല്ലപ്പൂ പോലെ സുന്ദരമായ അംഗങ്ങളുള്ളവൻ എന്നുള്ള ഒരു അർത്ഥമുണ്ട്. ഇനി കുവിനെ ദാനം ചെയ്തവൻ, പരശുരാമ അവതാര കഥയായിട്ട് ബന്ധപ്പെടുത്തി കുവിനെ ദാനം ചെയ്തവൻ എന്ന അർത്ഥത്തിൽ കുന്തഹ എന്ന് പറയാം. ഇനി 810 പർജന്യഹ. അതായത് ഭഗവാൻ പർജന്യമാണ്, മേഘമാണ്. മേഘം ഉണ്ടെങ്കിൽ മഴയുണ്ടാവുള്ളല്ലോ. ആ മഴ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ആഹ്ലാദം പകരുന്നു. അപ്പോൾ മഴ വരുമ്പോൾ മയിലുകൾ നൃത്തം ചെയ്യുന്നു, എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം എന്നൊക്കെ പറയാമല്ലോ. അതുപോലെ താപത്രയാഗ്നിയിൽ സന്തപ്തരായിട്ടുള്ള ജനങ്ങൾക്ക് കുളിർമയേകുന്ന പർജന്യം ആണ് ഭഗവാൻ, അല്ലെങ്കിൽ പോഷണം നൽകുന്ന. മഴയുണ്ടെങ്കിലേ ജീവജാലങ്ങൾ വളരുള്ളൂ, ചെടികളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പോഷണം നൽകുന്നത് ഭഗവാൻ പർജന്യത്തിലൂടെയാണ്. ഭഗവാൻ തന്നെയാണ് മേഘം. ആ മേഘം വർഷിക്കുമ്പോൾ സസ്യലതാദികൾ സന്തോഷിക്കും, അല്ലെങ്കിൽ അത് പോഷണം നൽകുന്നു ജനങ്ങൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും. അങ്ങനെ കുളിർമ നൽകുന്നു. അപ്പോൾ ഈ പർജന്യം മേഘമായിട്ട് ഭഗവാന് പറയുന്നു. ഭഗവാൻ പർജന്യമാണ്, എല്ലാ താപത്രയങ്ങളെയും നശിപ്പിച്ച് ജനങ്ങൾക്ക് കുളിർമയും അതുപോലെ തന്നെ പോഷണവും നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ പർജന്യഹ എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ സകല കാമങ്ങളെയും വർഷിക്കുന്നവൻ. പർജന്യം എന്ന് പറയുമ്പോൾ മഴ വർഷിക്കുക എന്നുള്ളൊരർത്ഥമാണ്. ഭഗവാനാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കാമങ്ങളെയും വർഷിക്കുന്നവനാകയാൽ ഭക്തർക്ക് ഭഗവാനെ ഭജിക്കുന്നതിലൂടെ എല്ലാ അഭീഷ്ടങ്ങളും ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലും പർജന്യഹ എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗം 801 മുതൽ 810 വരെയുള്ള നാമങ്ങളാണ്. അതായത് സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി കുമുദക്കുന്ദര കുന്ദ പർജന്യ പാവനോനില, ഇതുവരെയുള്ള ഭാഗങ്ങളാണ്. ഇതിൽ ഈ ശ്ലോകങ്ങളിൽ ഇടയിൽ വരുന്നതാണ് 801 മുതൽ 810 വരെയുള്ള നാമങ്ങൾ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.